നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. യെസ്, 14 കൊല്ലങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയൻ മണ്ണിൽ ഇംഗ്ലണ്ട് മെൻസ് ടീം ഒരു ആഷസ് ടെസ്റ്റ് വിജയിച്ചിരിക്കുന്നു. 2011 ശേഷം ആദ്യമായിട്ട് 2 ദിവസം കൊണ്ടൊക്കെ ടെസ്റ്റ് ജയിക്കുക. അത് ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയ പുറത്തെടുത്തപ്പോൾ മാസമായിരുന്നല്ലോ. അതേ മെഡിസിൻ്റെ ടേസ്റ്റ് തിരികെ ഓസീസിനും കൊടുത്തിരിക്കുകയാണ്. ഇതാ മെൽബണിൽ കങ്കാരു ഫ്രൈ റെഡി. 4ാം ടെസ്റ്റ്. ആദ്യം 3 ടെസ്റ്റ് ജയിച്ച് ഓസ്ട്രേലിയ പരമ്പര സ്വന്തമാക്കിയതാണ്. ഇനിയിപ്പോൾ ഇംഗ്ലണ്ട് ഒന്ന് പൊരുതാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയവന്മാരെ കൊണ്ട് ആ പറഞ്ഞത് മുഴുവനും തിരുത്തി പറയിപ്പിക്കുന്ന പ്രകടനം ഇതാ മെൽബണിൽ നടത്തി. ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റ് 2ാം ദിവസത്തിൽ തന്നെ കളിയങ്ങ് തീർത്തിരിക്കുകയാണ്. 4 വിക്കറ്റിൻ്റെ വിജയം ഇംഗ്ലണ്ട് സ്വന്തമാക്കുന്നു. പറയുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ചേസ് ചെയ്യുമ്പോൾ ഇംഗ്ലണ്ടിന് 175 റൺസാണ് 4ാം ഇന്നിങ്സിൽ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. ഒന്ന് ബുദ്ധിമുട്ടി, അവസാനം സ്റ്റാർക്ക് ഒന്ന് വിരട്ടി. പക്ഷേ അതൊന്നും മേശയില്ല. ഒടുവിൽ 4 വിക്കറ്റിൻ്റെ വിജയത്തിലേക്ക് ഇംഗ്ലണ്ട് എത്തി. ഈ ടെസ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ബാറ്റർമാരുടെ ശവപ്പറമ്പായി മാറുന്ന ഒരു മെൽബണെയാണ് നമ്മൾ വീണ്ടും കണ്ടത്. വിക്കറ്റുകൾ തുരുതുരാ വീഴുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ആദ്യ ഇന്നിങ്സിൽ 152 റൺസിനാണ് ഓൾ ഔട്ടായത്. അതും അവർക്ക് വേണ്ടി മൈക്കൽ നെസറാണ് ആ ഇന്നിങ്സിൽ ടോപ്പ് സ്കോറായത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. അദ്ദേഹം 35 റൺസ് അടിച്ചു. പിന്നെ ഉസ്മാൻ ഖ്വാജ 29 റൺസ്, അലക്സ് ക്യാരി 20 റൺസ്. ഇവരാണ് 20 മുകളിലേക്കെങ്കിലും എത്തിയ മറ്റു താരങ്ങൾ. ഇംഗ്ലണ്ടിന് വേണ്ടി ടങ്ക് 5 വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. അറ്റ്കിൻസൺ 2 വിക്കറ്റും വീഴ്ത്തി. എന്നാൽ ഇതിൻ്റെ ഒരു ആനുകൂല്യം മുതലെടുക്കാൻ ആദ്യ ഇന്നിങ്സിൽ ഇംഗ്ലണ്ടിനെ സമ്മതിച്ചില്ല ഓസ്ട്രേലിയ. വെറും 110 റൺസിന് ഇംഗ്ലണ്ടിനെ അവർ ഓൾ ഔട്ടാക്കി. 4 വിക്കറ്റ് നെസർ, ബാറ്റ് കൊണ്ട് മികവ് കാണിച്ച മൈക്കൽ നെസർ 4 വിക്കറ്റ് പന്ത് കൊണ്ടെടുത്തു. ബോളണ്ട് 3 വിക്കറ്റ്, സ്റ്റാർക്ക് 2 വിക്കറ്റ്. ഇംഗ്ലണ്ടിനെ വെറും 110 ഓൾ ഔട്ടാക്കുമ്പോൾ ഹാരി ബ്രൂക്കാണ് 41 റൺസുമായിട്ട് അവരുടെ ടോപ്പ് സ്കോറായത്. 28 റൺസ് അടിച്ചു. ഗസ് അറ്റ്കിൻസൺ അവസാനം ഒരു സംഭാവന നൽകിയത് കൊണ്ടാണ് 100 കടന്നത് ഇംഗ്ലണ്ട്. അപ്പോൾ 42 റൺസിൻ്റെ ആദ്യ ഇന്നിങ്സ് ലീഡുമായിട്ട് ഇറങ്ങിയ ഓസ്ട്രേലിയ 2ാം ഇന്നിങ്സിൽ അടിച്ചെടുത്തത് 132 റൺസാണ്. ട്രാവിസ് ഹെഡ് 46 റൺസുമായിട്ട് നന്നായിട്ട് തുടങ്ങിയെങ്കിലും മറ്റാർക്കും വലിയ സ്കോറിലേക്ക് പോകാൻ പറ്റിയില്ല. 20 മുകളിലൊരു കോൺട്രിബ്യൂഷൻ വന്നത് പിന്നെ സ്റ്റീവ് സ്മിത്തിൽ നിന്നാണ്. 24 നോട്ട് ഔട്ട്. കാമറൺ ഗ്രീൻ 19 റൺസ് അടിച്ചു. ഇംഗ്ലണ്ടിന് വേണ്ടി ബ്രഡൻ കാർസ് 4 വിക്കറ്റ്, ബെൻ സ്റ്റോക്സ് 3 വിക്കറ്റ്, ടങ്ക് 2 വിക്കറ്റ്. എന്നാൽ 175 റൺസ് എന്ന ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ടിനായിട്ട് നല്ല തുടക്കമാണ് ഓപ്പണർമാർ കൊടുത്തത്. ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിൽ അവർ 51 റൺസ് അടിച്ചു. അപ്പം ആദ്യം വിക്കറ്റ് വീഴുന്നത് ബെൻ ഡക്കറ്റിൻ്റേതാണ്. അദ്ദേഹം 26 പന്തുകളിൽ നിന്നാണ് 34 റൺസ് അടിച്ചത്. അതിവേഗത്തിലാണ് ഇംഗ്ലണ്ട് സ്കോർ ചെയ്ത് പോയിരുന്നത്. 7ാമത്തെ ഓവറിൽ ആദ്യ വിക്കറ്റ് വീഴുമ്പോൾ അവർക്ക് 51 റൺസായിരുന്നു. പിന്നാലെ അടുത്ത വിക്കറ്റ് അവർക്ക് നഷ്ടമാകുന്നു. കാർസാണ് നമ്പർ 3യിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയത്. അദ്ദേഹം 6 റൺസുമായിട്ട് മടങ്ങി. പിന്നെ ജേക്കബ് ബത്തൽ ക്രീസിലേക്ക്. പക്ഷേ ക്രോളി 37 റൺസുമായിട്ട് മടങ്ങി. പക്ഷേ ജേക്കബ് ബത്തൽ ഒരു ഭാഗത്ത് മനോഹരമായിട്ട് തന്നെ കളിച്ചു. അതെടുത്ത് പറയണം. അദ്ദേഹത്തിൻ്റെ സംഭാവന ഇംഗ്ലണ്ടിൻ്റെ ഈ ടെസ്റ്റ് വിജയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹമാണ് അവരുടെ 2ാം ഇന്നിങ്സിലെ ടോപ്പ് സ്കോറർ. 46 പന്തുകൾ 5 ഫോറുകളുടെ സഹായത്തോടെ 40 റൺസ്. ഒടുവിൽ ബോളണ്ടിൻ്റെ പന്തിൽ ഉസ്മാൻ ഖ്വാജ പിടിച്ച് അദ്ദേഹം മടങ്ങുകയായിരുന്നു. റൂട്ട് 15 റൺസുമായിട്ട് മടങ്ങി. ഹാരി ബ്രൂക്ക് ക്രീസിൽ നിൽക്കവേ ബെൻ സ്റ്റോക്സ് വിജയത്തിലേക്ക് ടീമിനെ എത്തിക്കാൻ പറ്റാതെ അദ്ദേഹവും മടങ്ങിപ്പോയി. ജെയ്മി സ്മിത്ത് 3 നോട്ട് ഔട്ട്. ഹാരി ബ്രൂക്ക് 22 പന്തുകളിൽ നിന്ന് 18 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. സ്റ്റാർക്കും ജെ റിച്ചാർഡ്സനും ബോളണ്ടും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. പക്ഷേ അനിവാര്യമായ തോൽവി അവർക്ക് തടയാൻ പറ്റിയില്ല. 4 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം തന്നെ ഇംഗ്ലണ്ട് സ്വന്തമാക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ ചില ആളുകൾ കമൻറ്റുമായിട്ട് വരും, എടോ കമിൻസ് ഇല്ല, ഹേസൽവുഡ് ഇല്ല, നാഥാൻ ലിയോൺ ഇല്ല. എടോ ഇതൊന്നും ഇല്ല എന്ന് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെയൊന്നും അല്ല എന്നല്ലോ കമൻറ്റ് ഉണ്ടായിരുന്നത്. ആ വീഡിയോ ഒന്ന് പോയി നോക്കിയാൽ മതി. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.